പണിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞ ഫുൾ സെറ്റാണ്. ഞാൻ ആകെ ഇപ്പം കുടുങ്ങിക്കെടുക്കാണ്. എന്തിന് ചങ്ങായി ബേജാറാണ്? ആ ചങ്ങായിക്ക് പൈസ കൊടുത്തില്ല വിസക്ക്. അത് നിൽക്കണ എൻ്റെ അടുത്ത് പൈസ വാങ്ങിയോനെ വിസന്റെ പേരും പറഞ്ഞാണ്ട്. റഫീഖല്ലത്? ഞാൻ ശരിയാക്കി തരാം. ആ എനിക്ക് പോകാൻ തയ്യാറുണ്ട്. ഇജ്ജ് പോകാൻ തയ്യാറുണ്ടെങ്കിൽ പിന്നെ എന്തിനാണാ നോക്കണേ? ഈ പൈസ എത്തിക്ക്. ഒക്കെ ഞമ്മക്ക് എന്ത് പുല്ലല്ലേ. ഇജ്ജ് പൈസ എങ്ങനെ വിസക്ക് പറഞ്ഞാണ്ട്? ഏത് 23-ാം തീയതി? കാലം കുറെ ആയി 23-ാം തീയതി പറയുന്നത്. എല്ലാ മാസവും ഉണ്ട് 23-ാം തീയതി. നിങ്ങളൊന്ന് വന്നാനേ, നിങ്ങളോട് സംസാരിക്കാം. എങ്ങട്ട് ഇത് നിങ്ങൾക്ക് കൂടി ഉപകാരമുള്ള കാര്യമാണ്. നിങ്ങൾ വരി. നിങ്ങൾക്കേ കിട്ടുന്ന സംഗതി ഉണ്ട്. 25 അല്ല 1.5 ലക്ഷം ശമ്പളം മാസത്തിൽ ഞങ്ങൾക്ക് വാങ്ങിത്തരും. വെറുതെ പറ്റിച്ചാണ്ട് മോനെ പറ്റിച്ചായി. പറ്റിക്കണ കാര്യമില്ലത്. ഞാൻ ആരും പറ്റിക്കണ. ഞങ്ങൾ ഓനോട് ഉറപ്പ് കൊടുക്കി ഓൻ എന്തായാലും പോകുന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോളണ്ടിക്ക് നല്ല ഒരു ചാൻസ് ഉണ്ട്. എവിടേക്ക്? പോളണ്ടിക്ക്. 1.5 ലക്ഷം റുപ്യാണ് ശമ്പളം. പോയാൽ മതി. 1.5 ലക്ഷം. അതിനിപ്പോൾ നിങ്ങൾ ഇനി ആലോചിച്ച് പോണില്ലെങ്കിൽ അതിന് കയറി പോകാൻ ആൺകുട്ടികളുണ്ട്. ആൾക്കാർക്ക് നന്നാവണമെന്നില്ലെങ്കിൽ എന്താ അവസ്ഥ? നിക്ക് ഒരു മിനിറ്റ്. അല്ല റഫീഖേ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനുള്ള 3 ലക്ഷം നിങ്ങൾ കരുതിയാൽ മതി. 3 ലക്ഷം. അതായത് 2 ലക്ഷം ഈ ആഴ്ച തന്നെ തരാം. ഈ ആഴ്ച. പിന്നെ പേപ്പർ വന്നതിൻ്റെ ശേഷം 1 ലക്ഷം തന്നാൽ മതി. എൻ്റെ കയ്യിൽ പേപ്പർ കൈ പറ്റിയതിൻ്റെ ശേഷം 1 ലക്ഷം എനിക്ക് തന്നാൽ മതി. 2 ലക്ഷം റുപ്യ ആദ്യം തന്നാൽ മതി. ആദ്യം തരാം. ശരി, എന്നാലും ഞാൻ പേരേക്ക് എന്താ? തീർച്ചയായിട്ടും ഞാൻ അവിടെ ഉണ്ടാവും. നമ്പർ ഓൻ്റെയൊക്കെ ഒന്ന് വാങ്ങിക്കോ. ഓനായിട്ട് സംസാരിക്കും. ശരി, പിന്നെ അത് തീരുമാനാക്കി. ഇതൊന്നും ബേജാറാണ്ട. നമ്മൾ രണ്ടാളും കഴിച്ചില്ലേ? ഒന്നും ചോദിക്കണ്ട. പോരെ സാരിയെ തീരുമാനാവോ? തീരുമാനാവും.